കഥ പറയും മുന്നേ എൻ്റെ അച്ഛനെയും ഗോപി അച്ഛനെയും നീ അറിയണം. എൻ്റെ അച്ഛനേക്കാൾ 8 വയസ്സ് ഇളയതായിരുന്നു ഗോപി അച്ഛൻ. പക്ഷേ അവർ തമ്മിൽ വല്ലാത്തൊരു സൗഹൃദമായിരുന്നു. ആഴ്ചയിൽ 3-4 വട്ടം ഇരുവരും കുടുംബസമേതം ഒരുമിച്ച് കൂടും. ഇത് പറയുമ്പോൾ ഒരുപാട് ദൂരെയാണ് താമസിക്കുന്നത് എന്ന് കരുതരുത്. തൊട്ടടുത്താണ് ഇരുവരും വീട് വാങ്ങിയത്. അത്തരം ഒരു ഒരുമിച്ച് കൂടലിലായിരുന്നു എന്നെയും ദിവ്യയും വിവാഹം കഴിപ്പിക്കണം എന്നവർ തീരുമാനിക്കുന്നത്. അന്ന് ഞങ്ങൾ ജനിച്ചിട്ട് പോലുമില്ല. അവർ ആ തീരുമാനം എടുത്തു കഴിഞ്ഞ് ആദ്യം പ്രഗ്നന്റ് ആയത് ദിവ്യയുടെ അമ്മ സീതമ്മയായിരുന്നു. അന്ന് ഗോപിയച്ഛനെയും സീതമ്മയെക്കാളും സന്തോഷം എൻ്റെ അച്ഛനും അമ്മയ്ക്കുമായിരുന്നു. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞ് സീതമ്മ പ്രസവിച്ചു. ആൺകുട്ടിയായിരുന്നു. അവന് ദീപക് എന്ന് പേരിട്ടു. എൻ്റെ ദീപൻ. അമ്മയ്ക്കും അച്ഛനും വലിയ സന്തോഷമായിരുന്നെങ്കിലും അവരുടെ ഉള്ളിൽ അതിലും വലിയൊരു വിഷമം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് PCOD ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൺസീവ് ആകുന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് നാളത്തെ ചികിത്സയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷം അമ്മ പ്രഗ്നന്റ് ആയി. എല്ലാവരും ഉറപ്പിച്ചിരുന്നു അതൊരു പെൺകുട്ടിയാണെന്ന്. സീതമ്മയ്ക്കായിരുന്നു ഏറ്റവും ഉറപ്പ്. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷ തിരിച്ചുകൊണ്ട് ഞാൻ ജനിച്ച സന്തോഷത്തിലും എൻ്റെ അച്ഛൻ ഉത്സാഹം മറ്റൊരു പെൺകുഞ്ഞിന് വേണ്ടി ശ്രമിക്കാൻ ഗോപി അച്ഛനെ പ്രോത്സാഹിപ്പിക്കാനായിരുന്നു. എന്തായാലും അച്ഛന്റെ ആ പ്രോത്സാഹനം സീതമ്മ വീണ്ടും ഗർഭിണിയായി. അപ്പോഴും എല്ലാവരുടെയും പ്രാർത്ഥന ജനിക്കാൻ പോകുന്നത് പെൺകൊച്ചായിരിക്കണേ എന്നായിരുന്നു. എന്തായാലും ആ പ്രാർത്ഥനയും ഫലിച്ചു. സീതമ്മയ്ക്ക് പെൺകൊച്ച് ജനിച്ചു. ഞങ്ങൾ അവളെ ദിവ്യ എന്ന് വിളിച്ചു. അന്നത്തെ ദിവസം മുതൽ ഞാനും ദിവ്യയും എന്നും ഒരുമിച്ചായിരുന്നു. ഞാൻ പറയാൻ പറഞ്ഞു, അവൾ എന്നെ കണ്ണേട്ട എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ അവളെ കുഞ്ഞാറ്റി എന്നും. ഞങ്ങൾ 3 പേരും അങ്ങനെ ഒരുമിച്ച് കളിച്ചു വളർന്നു. ഈ കളിയെന്ന് പറഞ്ഞാൽ നീ വളർന്നൊരു സാഹചര്യമല്ല കേട്ടോ. ഞങ്ങൾ ഈ മുറ്റത്തും പറമ്പിലും ഒക്കെയായി ഓടിക്കളിച്ചും മാവിന് കല്ലെറിഞ്ഞും ഗോലി കളിച്ചും തുമ്പിയെ പിടിച്ചുമൊക്കെയായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം. ശരിക്കും ആ ഒരു സമയമായിരുന്നു ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൈം. ഞങ്ങൾ 3 പേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. ദീപൻ ഒരു ചേട്ടനെ പോലെയായിരുന്നു എനിക്ക്. ഞാനും ദീപനും ചേരുമ്പോഴെല്ലാം പക്ഷെ കുഞ്ഞാറ്റയ്ക്ക് കഷ്ടകാലമായിരുന്നു. ഞങ്ങൾ അവളെ വെറുതെ കളിയാക്കും. അവൾ കരയുന്നത് വരെ ചിലപ്പോൾ കളിയാക്കും. പക്ഷേ അവൾ കരയുമ്പോൾ ഞങ്ങൾ 2 പേരും കരയും. അവൾ കരയുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം എനിക്കായിരുന്നു. കുഞ്ഞാറ്റയോട് എനിക്ക് അളവിൽ കഴിഞ്ഞ സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ അതൊരിക്കലും പ്രേമമായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്നാൽ എൻ്റെ 10ാം ക്ലാസ് വെക്കേഷൻ കാലം, ദിവ്യ 8ാം തരത്തിലും, ഒരു ദിവസം ഞങ്ങൾ 3 പേരും കൂടി സിനിമ കാണുകയായിരുന്നു. മോഹൻലാലിന്റെ ഗാന്ധർവം. പെട്ടെന്നൊരു സീൻ വന്നപ്പോൾ കുഞ്ഞാറ്റ എൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, കണ്ണേട്ടാ, എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. എന്താ കുഞ്ഞാറ്റെ? ഞാൻ ചോദിച്ചു. അവൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പെട്ടെന്ന് പറഞ്ഞു, ഐ ലവ് യു. വീട്ടുകാരുടെ പഴയ തീരുമാനങ്ങളൊന്നും അറിയാതിരുന്ന എനിക്ക് അതൊരു വലിയ ഷോക്കായിരുന്നു. പരിഭ്രാന്തിയും ദേഷ്യവും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് പുറത്തേക്ക് ഓടി.